സാറാമ്മ ചേട്ടത്തിൻ്റെ വീട്ടിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ്. മകൻ ഷാജി നാളെ വരികയാണ്. ഷാജി ഗൾഫിലുമായിട്ട് 12 വർഷമായി. അതിനുശേഷം 3 പ്രാവശ്യമേ ഷാജി നാട്ടിൽ വന്നുള്ളൂ. വരാത്തതിൻ്റെ കാരണം പ്രാരാബ്ധമായിരുന്നു. ഷാജിയുടെ അപ്പൻ മരിക്കുമ്പോൾ ഷാജിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാനായിട്ടൊന്നും സമ്പാദിച്ചു തന്നില്ല, നിൻ്റെ പെങ്ങന്മാരെയും അമ്മയും നിന്നെ എന്നെ ഏൽപ്പിക്കുകയാണ്. അവരുടെ കാര്യമൊന്നും നീ മുടക്കമില്ലാതെ നോക്കണം. അപ്പൻ്റെ വാക്ക് ഷാജി അക്ഷരം പ്രതി അനുസരിച്ചു. അതുകൊണ്ടാണ് ഷാജി വിവാഹം കഴിക്കുവാൻ താമസിച്ചത്. കുവൈറ്റിലെ ജോലി കിട്ടിയ ശമ്പളം കൊണ്ട് സ്വരൂപിച്ച് വെച്ച് പെങ്ങന്മാരെ 2 പേരും വിവാഹം കഴിപ്പിച്ചു. അങ്ങനെയാണ് 2 പ്രാവശ്യം ഷാജി വന്നത്. പിന്നെ 3ാമത് വന്നത് അല്പം സ്ഥലം വാങ്ങിക്കണം, അത് വാങ്ങിക്കുവാൻ വേണ്ടി വന്നു. സ്വന്തമായിട്ട് സ്ഥലവും വീടും ഇല്ലായിരുന്നു, വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൻ്റെ മരണശേഷം ഷാജി ഗൾഫിൽ പോയി. ഇപ്പോൾ സാമാന്യ രീതിയിൽ അല്പം സാമ്പത്തികമൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു വീടും വെച്ചു അതിനകത്ത്. പെങ്ങന്മാരെ 2 പേരും വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നിനക്കും പ്രായമായി, ഇനി നീ ഒരു വിവാഹം കഴിക്കണം. അപ്പോൾ അമ്മച്ചിയോടെ പറഞ്ഞു, അമ്മച്ചി, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ വീടിൻ്റെ പണി തീരുമല്ലോ, അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ കണ്ടു വെച്ചോളൂ, ഞാൻ അമ്മച്ചി പറയുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാം. കാരണം ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകൻ ജീവിച്ചത്. പെങ്ങന്മാർക്കും അമ്മയ്ക്കും വേണ്ടിയാണ് മകൻ ജീവിച്ചത്. അതെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. എന്നാൽ അമ്മ പറഞ്ഞു, ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെയാണ് ഈ പ്രാവശ്യം ഷാജി കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വരുവാൻ തീരുമാനിച്ചത്. വീടിൻ്റെ കയറി താമസത്തോട് ചേർന്ന് 2 ദിവസം കഴിയുമ്പോൾ ഷാജിയുടെ വിവാഹമാണ്. അവളുടെ പെണ്ണിനെയൊക്കെ അമ്മ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മകൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ, ഇന്ന് വൈകിട്ടത്തേക്ക് ഞാൻ വീട്ടിൽ വരും. ഈ വിവരങ്ങൾ അറിഞ്ഞ പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ വീട്ടിലുണ്ട്. കാരണം 2 ദിവസം കഴിയുമ്പോൾ ആ വീട്ടിൽ വിവാഹമാണല്ലോ, അതിൻ്റെ ഒരുക്കങ്ങളാണ്. അപ്പം നാളെ ഷാജി വരികയാണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അമ്മച്ചി മകൻ്റെ വരവും കാത്തിരിക്കുകയാണ്. അമ്മയുടെ ഒരു കാര്യത്തിലും മുടക്കം വരുത്താതെ മകൻ എല്ലാ കാര്യങ്ങളും നോക്കി. ജീവിതത്തിൽ ഒത്തിരി ഘട്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതാണ് ഷാജിയും കുടുംബവും. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഷാജിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ അമ്മയോട് പറഞ്ഞ വാക്ക്, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മച്ചി പറയുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാം. അങ്ങനെ നേരെ സന്ധ്യയാകാറായി. ഷാജിയുടെ വരവും പ്രതീക്ഷിച്ച് വീട്ടിലുള്ളവരൊക്കെയും കാത്തിരിക്കുകയാണ്. അമ്മച്ചിക്ക് പല കണക്കൂട്ടലും ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ വിവരം ആരോ ഫോണിൽ വിളിച്ചു പറയുന്നത്. ഷാജി ജോലി സ്ഥലത്ത് നിന്നും എയറോഡ്രോമിലേക്ക് പോകുമ്പോൾ ഷാജി സഞ്ചരിച്ച വാഹനം വേറൊരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ച് ആ സ്പോട്ടിൽ തന്നെ ഷാജി മരണപ്പെട്ടു. ഈ വാർത്ത കേട്ട അമ്മച്ചി പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട്, എൻ്റെ മകനെ ഇതെന്തൊരു വിധിയാണെന്നും പറഞ്ഞ് അമ്മ നെഞ്ചത്തടിച്ച് തന്നെത്താൻ കരഞ്ഞു. വീട്ടിലുള്ളവരൊക്കെയും പൊട്ടിക്കരഞ്ഞു. ഒരു വല്ലാത്ത ഒരു പ്രതീതിയായിരുന്നു.